അഭിഷേകം മന്ന എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചിന്തയ്ക്ക് ആധാരമായ ദൈവവചനം 2 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 20 മുതലുള്ള വചനഭാഗം. തിരുവെഴുത്തിലെ പ്രവചനമൊന്നും സ്വയമായി വ്യാഖ്യാനത്താൽ ഉളവായതല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം. പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല. ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മാ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതത്രേ. തിരുവെഴുത്തിലെ പ്രവചനം അത് സ്വയമായി വന്നതല്ല. ഒരു മനുഷ്യന്റെ ഭാവനയിലുള്ളതോ ഊഹാഭോഗങ്ങളോ ഒന്നുമല്ല. പരിശുദ്ധാത്മാവിൻ്റെ നിയോഗപ്രകാരമാണ് ദൈവം തൻ്റെ പ്രവചനത്തെ അവിടുന്ന് കൊടുക്കാൻ ഇടവരുന്നത്. പ്രവചനം എപ്പോഴും സഭയുടെ വളർച്ചയ്ക്കാണ്. മറ്റുള്ളവർ പ്രവചനം ശബ്ദം കേൾക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കുന്നത് അത് ജീവിതത്തിൽ വെളിപ്പെടുവാനൊക്കെ ഇടവരുന്ന ഒരു സംഭവമാണ്. നമുക്കറിയാം, യേശു കർത്താവിൻ്റെ ജനനം, അത് യേശു ജനിക്കുന്നതിനേക്കാൾ 750 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകനായ യെശയ്യാ പ്രവാചകനിലൂടെയും മലാക്കിയിലൂടെയൊക്കെ ഈ പ്രവചന ദൂത് പറയുവാൻ ഇടവന്നു. നമുക്കായി ഒരു ശിശു ജനിക്കും. ഇത് വന്നത് എങ്ങനെയാണ്? പരിശുദ്ധാത്മ നിയോഗപ്രകാരമാണ് പ്രവചനം വന്നത്. തിരുവെഴുത്തിലെ പ്രവചനം ഒന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവായതല്ല. ഇതെല്ലാം പരിശുദ്ധാത്മാവാണ് ഇതെല്ലാം വ്യാഖ്യാനിച്ചു കൊടുക്കുവാൻ ഇടവരുന്നത്. പഴയ നിയമ പുസ്തകത്തിലൂടെ, ന്യായപ്രമാണ പുസ്തകത്തിലൂടെ പറയപ്പെട്ടതിൻ്റെ നിവൃത്തി പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിലൂടെ നമ്മുടെ മുമ്പിൽ കടന്നു വരാൻ ഇടവന്നത് പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു പ്രവൃത്തിയാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. കാരണം പഴയ നിയമത്തിലെ 39 പുസ്തകങ്ങളിൽ, അത് പഴയ നിയമ പുസ്തകങ്ങളിൽ പറയപ്പെട്ട പ്രവചന ദൂത് അത് നിവൃത്തിയാകുവാൻ പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിലൂടെ ദൈവം നടത്തിയതും ഇനി നിവൃത്തിയാകാത്ത പ്രവചനങ്ങളും നമ്മുടെ മുന്നിൽ കടന്നു വരുന്നുണ്ട്. ഇതിൻ്റെ വ്യാഖ്യാനങ്ങളെല്ലാം അവിടുന്ന് പരിശുദ്ധാത്മാവിലൂടെയാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് വെളിപ്പെടുത്തുന്നത്. കാരണം ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനം, എബ്രായർ 4:12 വചനഭാഗം ഇങ്ങനെ പറയുകയാണ്: ദൈവത്തിൻ്റെ വചനം ജീവനുള്ള വചനമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്, ചേതനയിലും സന്ധിമജ്ജകളിലും തുളച്ചു കയറും, ഹൃദയത്തിന്റെ വിചാരങ്ങളെയും ചിന്തനങ്ങളെയും വിടുവിക്കുമാർ കടന്നു ചെല്ലുമെന്നാ പറഞ്ഞത്. നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് കടന്നു വരുന്ന പാപബന്ധനങ്ങളെ മുഴുവൻ വിടുവിക്കുവാൻ ദൈവത്തിന്റെ വചനമാണ് കടന്നു വരുന്നത്. ഈ വചനം അവിടുന്ന് വെളിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്, ജീവിക്കുന്ന കർത്താവ്. അതുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വചനഭാഗം പറഞ്ഞത്: ആദിയിൽ വചനമുണ്ടായിരുന്നു, ആ വചനം ദൈവത്തോടു കൂടെയായിരുന്നു, ആ വചനം ദൈവമായിരുന്നു, സമസ്തവും അവൻ മുഖാന്തരം ഉളവായി, ഒന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവൻ മനുഷ്യരുടെ വെളിച്ചമായിട്ടാണ് ലോകത്തിലേക്ക് വന്നത്. ആ വെളിച്ചം ഇരുളി പ്രകാശിക്കുന്നു എന്ന് പറയുമ്പോൾ തിരുവചനത്തിന്റെ വ്യാഖ്യാനം അത് പരിശുദ്ധാത്മാവാണ് അവിടുന്ന് നമുക്ക് ഹൃദയങ്ങൾക്ക് തുറന്നു തരാൻ ഇടവരുന്നത്. ഫിലിപ്പോസ് എന്ന സുവിശേഷകൻ പരിശുദ്ധാത്മാ നിയോഗപ്രകാരം ഗസയിലേക്ക് പോകുവാനും അവിടെ ചെന്ന ശേഷം ദേവാലയത്തിൽ ആരാധന കഴിഞ്ഞ് മടങ്ങി വരുന്ന ഷണ്ടന്റെ ആ രഥത്തിൽ ദൈവത്തിന്റെ വചനം വായിച്ചു കടന്നു വരുമ്പോൾ ഇതിന്റെ പൊരുള് വ്യാഖ്യാനിക്കുന്ന അല്ലെങ്കിൽ പൊരുൾ തിരിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം ഫിലിപ്പോസിനെ ആ രഥത്തിൽ കയറ്റിയതും പരിശുദ്ധാത്മാവാണ്. യെശയ്യാ പ്രവാചക പുസ്തകത്തിൽ എഴുതപ്പെട്ടതിന്റെ പൊരുളുകൾ വ്യാഖ്യാനിച്ചു കൊടുക്കുവാൻ പരിശുദ്ധാത്മ നിയോഗപ്രകാരം വ്യാഖ്യാനിച്ചപ്പോഴാണ് ഷണ്ടന് തിരിച്ചറിഞ്ഞത് വരാനിരിക്കുന്ന ക്രിസ്തു യേശു, അവന്റെ നാമത്തിൽ വിശ്വസിച്ച് അവന്റെ നാമത്തിൽ ജീവിക്കണം, അവന്റെ നാമത്തിലുള്ള ഒരു ജീവിതമാണ് നമുക്ക് കർത്താവ് നൽകിയിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു തിരിച്ചറിവിന്റെ സന്ദേശമാ ദൈവവചനത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. അത് മനുഷ്യന്റെ ബുദ്ധിയിൽ വന്നതല്ല. ഇത് പ്രവാചകന്മാർ പറയപ്പെട്ടത് ആത്മാവിലൂടെ വെളിപ്പെടുത്തി തരുവാൻ തക്കവണ്ണം
കർത്താവ് ഇന്ന് ഇടയാക്കിയിട്ടുണ്ട്. ഈ വചന സന്ദേശത്തിന്റെ പൊരുൾ നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് കടന്നു വരട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് നമ്മൾ നിറയപ്പെടട്ടെ. യേശു മഹത്വമെടുക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.